എല്ലാവർക്കും മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സിൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കായിരുന്നു നോക്കിയിരുന്നത്. ഇന്ന് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് അതിൻ്റെ എക്സ്പെരിമെൻ്റൽ പാർട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സിൻ്റെ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് തിയറിയാണ് നോക്കുവാനായിട്ട് പോകുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട് പാഡും പെന്നും കയ്യിലെടുത്ത് വെക്കുക. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾ പ്ലേലിസ്റ്റ് പോയതിന് ശേഷം ഇതിൻ്റെ ഫസ്റ്റ് ആ ഒരു ക്ലാസ് കാണാത്തവരാണെങ്കിൽ പ്ലേലിസ്റ്റ് വഴി വേണം ഇത് നോക്കാൻ. ഇങ്ങനെ പ്ലേലിസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ക്ലാസ്സും അതിൻ്റെ ആ ഒരു ചാപ്റ്ററിൻ്റെ നെയിമും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. CBSE ക്ലാസ് 9 മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. നമുക്ക് ഈ ഒരു മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സിൽ ആ ഒരു 3 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണേണ്ടതാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു തിയറിയിലോട്ട് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ് മാറ്റർ എന്നാണ്. എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈസ് സ്പേസ് ഈസ് കാൾഡ് മാറ്റർ. ഏതെങ്കിലും ഒരു വസ്തുവിന് മാസും അത് കുറച്ച് സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരും അത് തന്നെയാണ്, മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ചാപ്റ്റർ 1, മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. As we look at our surroundings, we see a large variety of things with different shapes, sizes and textures. നമുക്ക് പറയാനായിട്ട് സാധിക്കും മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ വസ്തുക്കളെയും നമുക്ക് മാറ്റർ എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ചുറ്റുപാടും കാണുന്ന എല്ലാ വസ്തുവിനും ഒരു മാസും അത് സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, ഈ ഒരു മൈക്ക് എടുത്താലും ഈ ഒരു സ്പെക്സ് എടുത്താലും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനൊരു മാസ് ഉണ്ട്. ഇത് നമ്മുടെ ഈ ഒരു എർത്തിലെ ഇത്രയും സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെയും മാറ്റർ എന്ന് പറയാനാണ്. അതേപോലെ തന്നെ ബുക്ക്, പെൻ, പെൻസിൽ, ഇറേസർ, ഷാർപ്പനർ അതെല്ലാം തന്നെ നമുക്ക് മാറ്റർ എന്ന് പറയാനായിട്ട് സാധിക്കുന്നതാണ്. As we look our surroundings, we see a large variety of things with different shapes, sizes and textures. Everything in this universe is made up of material which scientists have named matter. ഈ യൂണിവേഴ്സിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് മാറ്റർ എന്ന് പറയാനായിട്ട് സാധിക്കും. Everything in this universe is made up of matter which scientists have named matter. The air we breathe, the food we eat, stones, clouds, stars, plants and animals, even a small drop of water or a particle of sand, everything is matter. We can also see as we look around that all the things mentioned above occupy space and have mass. In other words, we have both mass and volume. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്വസിക്കുന്ന വായുവാകട്ടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാകട്ടെ, കല്ലുകൾ, അതേപോലെ തന്നെ ആകാശം, നക്ഷത്രങ്ങൾ, ചെടികൾ, മൃഗങ്ങൾ, ഒരു ചെറിയ തുള്ളി വെള്ളം പോലും മാറ്റർ എന്നാണ് ഇവർ പറയുന്നത്. അതേപോലെ തന്നെ പാർട്ടിക്കിൾ ഓഫ് സാൻഡ്, മണലിലുള്ള ചെറിയ ചെറിയ തൈകളും മാറ്ററാണ്. We also see as we look around that all the things mentioned above occupy space and have mass. ഇവയ്ക്കെല്ലാം തന്നെ സ്പേസും അവ മാസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. We can also see as we look around that all the things mentioned above occupy space and have mass. In other words, they have both mass and volume. അതിന് മാസും ഉണ്ട്, വോളിയം ഉണ്ട്. നമുക്ക് ഈ ഒരു സെൻറ്റൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാസ് ആൻഡ് വോളിയം. അവിടെ നമുക്ക് 2 സ്റ്റാർസും കാണുവാനായിട്ട് സാധിക്കും. താഴെ നമുക്ക് ആ ഒരു സ്റ്റാർസിൻ്റെ ഇടയിൽ വന്നാൽ എന്താണ് മാസും എന്താണ് വോളിയത്തിൻ്റെ ആ ഒരു SI യൂണിറ്റ് ചോദിക്കും. ഇത് 1 വേർഡിന് കമ്പൽസറി ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് മാസ്? കിലോഗ്രാം, kg. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് വോളിയം? SI യൂണിറ്റ് ഓഫ് വോളിയം ഈസ് ക്യൂബിക് മീറ്റർ, മീറ്റർ ക്യൂബ്. The common unit of measuring volume is liter, L, such that 1 liter which is equal to 1 decimeter cube and 1 liter which is equal to 1000 milliliter and 1 milliliter which is equal to 1 centimeter cube. Since early times, human beings have been trying to understand their surroundings. Early philosophers classified matter in the form of 5 basic elements. അതായത് പുരാണ കാലത്ത് തന്നെ ഈ ഒരു മാറ്ററിനെ പറ്റി നമ്മുടെ ഇതിഹാസങ്ങൾ പറയുന്നുണ്ട്. അതായത് പഞ്ചതത്വ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ പഞ്ചഭൂതങ്ങൾ, അതായത് എയർ, എർത്ത്, ഫയർ, സ്കൈ ആൻഡ് വാട്ടർ. വായു, ഭൂമി, തീ, ആകാശം, ജലം. അക്കോർഡിംഗ് ടു them, everything living or non-living was made up of these 5 basic elements.
ജീവൻ ഉള്ളവയും ജീവൻ ഇല്ലാത്തതും ഈ 5 എലമെന്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് പണ്ടത്തെ സയന്റിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. According to them, everything living or non-living was made up of these 5 basic elements. Ancient Greek philosophers had arrived at a similar classification of matter. Ancient philosophers മാറ്ററിന് ഈ ഒരു സിമിലർ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് കൊണ്ടുവന്നത്. Modern day scientists have evolved 2 types of classification of matter based on their physical properties and chemical nature. അതായത് ഇപ്പോഴുള്ള മോഡേൺ സയന്റിസ്റ്റ് 2 തരത്തിലാണ് ഈ ഒരു മാറ്ററിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ടും രണ്ടാമത്തത് കെമിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ടും. സോ ഇതിന്റെ ഡിഫറൻസ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ? In this chapter, we shall learn about the matter based on its physical properties. Chemical aspects of matter will be taken in subsequent chapters. ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്റർ എന്നാണ് നമ്മൾ 1.1 നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിന് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്റർ. മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. സോ 1.1 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. സോ ആ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് മാറ്റർ പാർട്ടിക്കിൾസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. സോ എന്താണ് പാർട്ടിക്കിൾസ് എന്ന് നമുക്ക് നോക്കാം. For a long time, 2 schools of thoughts prevailed regarding the nature of matter. One school believed that matter to be continuous like a block of woods, whereas the other thought the matter was made up of particles like sand. സോ നമ്മൾ ഈ മാറ്ററിനെ പറ്റി പറയുമ്പോൾ പണ്ട് 2 തരത്തിലുള്ള തോട്ട്സ് ഉണ്ടായിരുന്നു. സോ കുറച്ച് പേർ വിശ്വസിച്ചിരുന്നത് മാറ്റർ എന്ന് പറയുന്നത് ഒരു കട്ട വുഡ് പോലെ ആയിരിക്കും എന്നാണ്. പക്ഷേ കുറച്ച് സയന്റിസ്റ്റ് പറയുന്നത് അത് മണൽ പോലത്തെ തരിതരിയായിരിക്കുമെന്നാണ് മാറ്റർ എന്ന് ചില സയന്റിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. Let us perform an activity to decide about the nature of matter. It's continuous or particulate. സോ നമുക്കൊരു എക്സ്പെരിമെന്റ് നടത്തിയതിന് ശേഷം നമുക്ക് എന്താണ് പാർട്ടിക്കിൾ എന്ന് നമുക്ക് നോക്കാം. മാറ്റർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പാർട്ടിക്കിൾ കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി 1.1 കൊണ്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. Take a 100 ml beaker, fill the half beaker with water and mark the level of water. Dissolve some salt, sugar with help of a glass rod. Dissolve some salt, sugar with the help of a glass rod. Observe any change in water level. What do you think has happened to the salt? Why does it disappear? Does the level of water change? അതായത് നമ്മൾ 100 മില്ലി ലിറ്റർ ഉള്ളൊരു ബീക്കർ എടുക്കണം. അതിനുശേഷം അതിൻ്റെ പകുതി അളവിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യണം. അതായത് 100 മില്ലി ലിറ്ററിൻ്റെ 50 മില്ലി ലിറ്ററിൽ നമ്മൾ വെള്ളം ഒഴിക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഉപ്പോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ഗ്ലാസ് റോഡ് കൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു വാട്ടർ ലെവലിൽ ചേഞ്ച് ഉണ്ടായോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ അത് സാൾട്ടിന് എന്ത് സംഭവിച്ചു, അത് എവിടെയാണ് ഡിസപ്പിയർ ആയത്? നമുക്കറിയാം, നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് കലക്കി കഴിഞ്ഞാൽ ഉപ്പ് അപ്രത്യക്ഷമാകും. സോ ആ ഉപ്പ് അപ്രത്യക്ഷമായാൽ ആ ഒരു ലെവൽ, അതായത് നമ്മൾ 50 ml നിന്ന് കൂടി 60 ml അതിൽ 51 52 ml ആയോ എന്നാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. So in order to answer these questions, we need to use the idea that matter is made up of particles. What was there in a spoon? Salt or sugar? How now spread throughout the water? This is illustrated in figure 1.1. So നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും മാറ്റർ എങ്ങനെയാണ് വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരുന്നതെന്ന്. സോ നമുക്ക് ഈ ഫിഗർ ക്ലിയർ ആയിട്ട് തന്നെ നോക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ മാഗ്നിഫൈഡ് ഇൻ മില്യൺസ് ഓഫ് ടൈംസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. വാട്ടറിൻ്റെ ആ ഒരു ചെറിയ ചെറിയ കണികൾ, അതാണ് വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. സോ ഈ വാട്ടറിൽ നമ്മൾ ഇവിടെ സാൾട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഈ സ്പൂണിൽ നമ്മൾ കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഇവിടെ സാൾട്ട് ഇവിടെ താഴെ ഡെപ്പോസിറ്റ് ആകുന്നത് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ സ്റ്റിർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ മോളിക്യൂൾസിൻ്റെ ഇടയിലായിട്ട് നമ്മൾ സാൾട്ടിൻ്റെ മോളിക്യൂൾസ് വന്നതാണ് ഈ ഒരു 3ാമത്തെ പിക്ചറിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. സോ ഉപ്പ് ഒരിടത്തും അപ്രത്യക്ഷമായിട്ടില്ല. വാട്ടറിൻ്റെ മോളിക്യൂൾസിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമ്മുടെ ആ ഒരു സാൾട്ടിൻ്റെ പാർട്ടിക്കിൾസും വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് ആ ഒരു മോളിക്യൂൾസ് രണ്ടും കൂടെ മിക്സ് ആയാണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സാൾട്ടിനെ നമ്മുടെ ഈ ഒരു നേക്കഡായി വെച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കാത്തത്. സോ ഇനി നമുക്ക് ഫിഗർ 1.1 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. When we dissolve salt in water, the particles of salt get into spaces between particles of water. How small are these particles? So ഈ പാർട്ടിക്കിൾസ് എത്ര ചെറുതാണ്? ആക്ടിവിറ്റി 1.2 വെച്ച് നമുക്ക് നോക്കാം. ഈ ഒരു പാർട്ടിക്കിൾസിൻ്റെ അളവിനെ, ഈ പാർട്ടിക്കിൾസിൻ്റെ അളവ് നമുക്ക് ഈ 1.2 ആക്ടിവിറ്റി വെച്ച് നോക്കാം. Take 2 to 3 crystals of potassium permanganate and dissolve them in 100 ml of water. സോ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. സോ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്ന ഒരു വയലറ്റ് കളറിലുള്ള ഒരു ക്രിസ്റ്റൽ ലൈക്ക് സ്ട്രക്ചറാണ്. സോ നിങ്ങൾ കെമിസ്ട്രി ലെവലെല്ലാം തന്നെ
ഈ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് കണ്ടിട്ടുള്ളത്. നമ്മുടെ സാൾട്ട് പോലെ തന്നെ വയലറ്റ് കളറിലിരിക്കുന്ന ഒരു കല്ലുപ്പ് പോലെ ഇരിക്കുന്ന ക്രിസ്റ്റലായിരിക്കുന്ന വയലറ്റ് കളറിലിരിക്കുന്നതാണ് ഈ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് തരം കെമിക്കൽ എക്സ്പെരിമെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് കളർ ബേസ്ഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ആക്ടിവിറ്റി 1.2 നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് എടുക്കുന്നത്. Take 2 to 3 crystals of potassium permanganate and dissolve them in 100 ml water. സോ 2-3 തരി പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തതിന് ശേഷം 100 ml വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. സോ 100 ml വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടേക്ക് ഔട്ട് അപ്രോക്സിമേറ്റ്ലി 10 ml ഓഫ് ദി സൊല്യൂഷൻ ആൻഡ് പുട്ട് ഇൻടു 90 ml ഓഫ് ക്ലിയർ വാട്ടർ. സോ ഇതിന് 10 ml നമ്മൾ എടുത്തതിന് ശേഷം 900 ml ക്ലിയർ വാട്ടറിലേക്ക് നമ്മൾ ഡ്രോപ്പ് വൈസ് ഒഴിച്ചു കൊടുക്കണം. ടേക്ക് ഔട്ട് 10 ml ഓഫ് ദി സൊല്യൂഷൻ ആൻഡ് പുട്ട് ഇറ്റ് ഇൻടു അനദർ 90 ml ഓഫ് ക്ലിയർ വാട്ടർ. സോ നമ്മൾ ഇപ്പോൾ ചെയ്ത ആ ഒരു പ്രവൃത്തി തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. കീപ് ഡയലൂട്ടിങ് ദ സൊല്യൂഷൻ ടു 5 to 8 times. സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം 5 തൊട്ട് 8 തവണ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈസ് ദിസ് വാട്ടർ സ്റ്റിൽ കളർഡ്? ആ വെള്ളത്തിന് കളർ മാറ്റം സംഭവിച്ചോ എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ ഫിഗർ 1.2 ആ ഒരു ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് മനസ്സിലാവും. ഫിഗർ 1.2 എസ്റ്റിമേറ്റിംഗ് ഹൗ സ്മാൾ ആർ ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ വിത്ത് എവരി ഡൈല്യൂഷൻ സോ ദ കളർ ബിക്കംസ് ലൈറ്റ്. ഈസ് ഇറ്റ് സ്റ്റിൽ വിസിബിൾ? സോ നമുക്കിവിടെ വാട്ടറിൻ്റെ ഒരു അളവ് കാണുവാനായിട്ട് സാധിക്കും. സോ ഇവിടെ 100 ml വെള്ളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ എടുത്ത എക്സ്പെരിമെൻറ്റിന് എടുത്ത ഒരു ബീക്കിലെടുത്ത 100 ml വെള്ളം ക്ലിയർ ആയിരിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സോ നമ്മൾ കുറച്ച് തരി പൊട്ടാസ്യം പെർമനേറ്റ് നമ്മൾ എടുത്ത് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ കളറ് കുറച്ച്, പൊട്ടാസ്യം പെർമനേറ്റിൻ്റെ കളർ വയലറ്റ് ആണ്. സോ നമ്മൾ ആ ഒരു സ്പൂണിലേക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്തപ്പോൾ ആ 100 ml വാട്ടർ വയലറ്റ് കളറിലേക്ക് ചേഞ്ച് ആയി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സോ 10 ml എടുത്തിട്ട് നമ്മൾ വീണ്ടും ഒഴിച്ച് നോക്കിയപ്പോൾ ആ ഒരു കളർ കുറച്ച് മങ്ങിയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുത്തപ്പോൾ അതിൽ നിന്ന് വയലറ്റ് കളർ കുറച്ചുകൂടെ മങ്ങിയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. സോ അവസാനം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ചുകൂടെ കളർ മങ്ങി. പക്ഷേ വെള്ളത്തിൻ്റെ പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ഒരു കളറിലേക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. പക്ഷേ കുറച്ച് വയലറ്റ് കളർ ചേർന്ന ആ ഒരു വെള്ളമാണ് നമുക്ക് അവസാനം കിട്ടിയിരിക്കുന്നത്. This experiment shows that just a few crystals of potassium permanganate can color a large volume of water, about 1000 liters. So we conclude that there must be millions of tiny particles in just one crystal of potassium permanganate, which keeps on dividing themselves into smaller and smaller particles. The same activity can be done using 2 ml of Dettol instead of potassium permanganate. So നിങ്ങളുടെ വീട്ടിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇല്ലെങ്കിൽ ഡെറ്റോൾ വെച്ചിട്ടും ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ, സോ ഡെറ്റോളിൻ്റെ കളർ നിങ്ങളുടെ ക്രമേണ ഒരു ബ്രൗണിഷ് കളറാണ്. സോ ഒരു ബ്രൗണിഷ് കളറിൽ നമുക്കിങ്ങനെ കളർ ചേഞ്ച് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. The same activity can be done using 2 ml of Dettol instead of potassium permanganate. The smell can be detected even on repeated dilution. സോ ഇവിടെ കളറിന് പകരം സ്മെല്ലാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. സോ പല പ്രാവശ്യം നമ്മൾ ഒഴിച്ചു കൊടുത്താലും അതിൻ്റെ സ്മെല്ല്, ഡെറ്റോളിൻ്റെ സ്മെല്ല് അതിൽ തന്നെ കാണും. കാരണം മോളിക്യൂൾസ് തമ്മിൽ അത്രത്തോളം ഇൻ്റർമിക്സ് ആയിരിക്കുന്നു എന്നാണ് അർത്ഥം. The particles of matter are very small. They are beyond our imagination. സോ ആ ഒരു മാറ്റർ എത്രത്തോളം ചെറുതാണെന്ന് നമ്മുടെ ഇമാജിനേഷനെ കാട്ടിലും ചെറുതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. സോ നമ്മുടെ അടുത്ത ടോപ്പിക്കിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ടോപ്പിക് 1.2 ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. സോ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് സെപ്പറേറ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. സോ ഇത് ഫുൾ എക്സ്പ്ലനേഷൻ പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ആ ഒരു പോയിന്റ്, സോ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ് തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. സോ ആ ഒരു പോയിന്റ് വൈസ് ആയിട്ടാണ് നിങ്ങൾ ഇതിൽ പഠിക്കുന്നത്. ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒന്നും തന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഒരു പോയിന്റ് 1.2.1 അതുപോലെ തന്നെ 1.2.2 ഇങ്ങനെ കിടക്കുന്ന പോയിന്റ്സുകളായിട്ട് വേണം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ എഴുതാനായിട്ട്. സോ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ? സോ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. തേർഡ് പോയിന്റ്, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ. സോ ഇത്രയും നിങ്ങൾ എഴുതിയാൽ മതിയാകും. സോ അതിനുശേഷം നമ്മൾ 1.3 ടോപ്പിക്കിലോട്ട് വരും. അതാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ ഇതേപോലെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത് ഹൗ മെനി സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, വാട്ട് ആർ ദി. സോ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഒരു ഐസ് ക്യൂബിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് വെച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഒരു ഐസ് ക്യൂബ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഐസ് ക്യൂബ് എന്ന് പറയുന്നത്. സോ 3 തരത്തിൽ നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ് ഫോം ചെയ്യുന്നത് കാണാം. ഒന്നാമത്തേതാണ് നമ്മുടെ ഐസ് എന്ന് പറയുന്നത്, രണ്ടാമത്തേതാണ് നമ്മുടെ വെള്ളം എന്ന് പറയുന്നത്, രണ്ടാമത്തെയാണ് നമ്മുടെ വെള്ളത്തിൻ്റെ ആ ഒരു വേപ്പർ എന്ന് പറയുന്നത്.
സോ അതുകൊണ്ട് നമുക്ക് പറയാം ദ ഫസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഈസ് കാൾഡ് ദ സോളിഡ് സ്റ്റേറ്റ്, ദ സെക്കൻഡ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഈസ് കാൾഡ് ദ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ദ തേർഡ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഈസ് കാൾഡ് ദ ഗ്യാസിയസ് സ്റ്റേറ്റ്. സോ വെള്ളം നമുക്ക് ഐസ് ക്യൂബ് ആയിരിക്കുമ്പോൾ അത് സോളിഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഒരു ഐസ് അലിയുമ്പോൾ അത് ലിക്വിഡായിട്ട് മാറും. സോ ലിക്വിഡായി മാറിയതിന് ശേഷം ചൂട് കൊണ്ട് അത് എവാപ്പറേഷൻ നടക്കും, വാട്ടർ വേപ്പർ ആവും, അങ്ങനെ ഇത് ഗ്യാസിയസ് ഫോമിലായിരിക്കും പോകുന്നത്. സോ അതാണ് ദ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഹൗ മെനി സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, വാട്ട് ആർ ദി ദെയർ ആർ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ലിക്വിഡ്, ഗ്യാസിയസ്, സോളിഡ്. സോ അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലോട്ട് നമ്മൾ വരുമ്പോൾ എഫക്ട്സ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ, താപനില കൂടുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ഒരു മാറ്റർ വരുന്നതെന്ന് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ കവർ ചെയ്യും. സോ അതുപോലെ തന്നെ ക്യാൻ മാറ്റർ ചേഞ്ച് സ്റ്റേറ്റ്, മാറ്ററിന് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, അതായത് ഐസ് ക്യൂബിന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറാൻ പറ്റും, ലിക്വിഡ് സ്റ്റേറ്റ് ഇരിക്കുന്നത് ഗ്യാസിയസ് ഫോമിലേക്ക് മാറാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. സോ അത് സയൻറ്റിഫിക്കലി അത് എങ്ങനെയാണ് മാറുന്നു, അതിൻ്റെ ഉള്ള സയൻറ്റിഫിക് റീസൺ ആണ് ഇവിടെ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. സോ അതിനുശേഷം ഉള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നതാണ് എവാപ്പറേഷൻ. സോ നമുക്കറിയാം എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത് എന്നൊക്കെ ഈ ഒരു എവാപ്പറേഷൻ ടോപ്പിക്കിലാണ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ തന്നെ ഹൗ ഡസ് എവാപ്പറേഷൻ കാസ് കൂളിംഗ്, എവാപ്പറേഷൻ കാരണം എങ്ങനെയാണ് കൂളിംഗ് ഉണ്ടാകുന്നത് നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ ഈ ഒരു പാഠത്തിൽ നിന്നും ചോദിക്കുന്ന, അതായത് നമ്മുടെ മെയിൻ പരീക്ഷയ്ക്ക് ആനുവൽ എക്സാമിനേഷന് ചോദിക്കുന്ന 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ ലാസ്റ്റ് ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ്. വൈ ഷുഡ് വി വിയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ, സമ്മർ അതായത് സമ്മർ കാലത്ത് നമ്മൾ എന്തുകൊണ്ടാണ് കോട്ടൺ ക്ലോത്ത്സ് ഇടുന്നത്, 100% ഷുവറായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യന് വരും വൈ ഡു വി സീ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ ഔട്ടർ സർഫസ് ഓഫ് എ ഗ്ലാസ് കണ്ടെയ്നിങ് ഐസ് കോൾഡ് വാട്ടർ. സോ ഇത് 2 ക്വസ്റ്റ്യൻ 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതേപോലെ തന്നെ ഈ ഒരു നീല ബോക്സിൽ കൊടുത്തിരിക്കുന്ന എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഈ ഒരു സയൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ നീല ബോക്സിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ CBSE ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്കിവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വാട്ട് യു ഹാവ് ലേൺഡ് എന്ന് പറഞ്ഞിട്ട് കുറേ പോയിന്റുകൾ കാണുവാനായിട്ട് സാധിക്കും. സോ അതിൻ്റെ അവസാനം ഇതിൻ്റെ സമ്മറിയാണെന്ന് പറഞ്ഞ് ഇത് ആരും വായിക്കാതെ പോകും. പക്ഷേ 1 വേർഡും MCQസും എല്ലാം തന്നെ ചോദിക്കുന്നതാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചോദിക്കുന്നത് ഈ ഒരു പോയിന്റ് ഔട്ട് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. ഡാഷ് ഈസ് മേഡപ്പ് ഓഫ് സ്മാൾ പാർട്ടിക്കിൾസ്. സോ നമുക്കറിയാം മാറ്റർ ഈസ് മേഡപ്പ് ഓഫ് സ്മാൾ പാർട്ടിക്കിൾസ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചാക്കാം, മാറ്റർ ഈസ് മേഡപ്പ് ഓഫ് ഡാഷ് സ്മാൾ പാർട്ടിക്കിൾസ്. അതേപോലെ നമുക്ക് ഇതിനാക്കാം ദ മാറ്റർ അറൗണ്ട് എക്സിസ്റ്റ് ഇൻ ഡാഷ് 3 സ്റ്റേറ്റ്സ് ഡാഷ് ഡാഷ് ആൻഡ് ഡാഷ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സോ അതേപോലെ തന്നെ ഈ ഒരു എല്ലാ പോയിന്റും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ എല്ലാ പോയിന്റിൽ നിന്നും നമുക്ക് കുറേ ഒൺവേർഡുകൾ കിട്ടും. സോ അതേപോലെ തന്നെ ഇവരൊരു ബ്ലൂ ബോക്സ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ ഒരു പാഠത്തിൻ്റെ അവസാനത്തെ ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമ്മറിയുടെ താഴെ നമുക്ക് ഒരു ബ്ലൂ ബോക്സ് കാണാൻ സാധിക്കും. ഈ ബ്ലൂ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ക്വാണ്ടിറ്റിയും യൂണിറ്റും സിമ്പലും കൊടുത്തിരിക്കുന്നു, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ കെൽവിൻ, സിമ്പൽ K. ക്വാണ്ടിറ്റി ലെങ്ത് യൂണിറ്റ് മീറ്റർ, സിമ്പൽ M. സോ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ഈ ഒരു ടേബിൾ നമ്മൾ എല്ലാ സ്റ്റാൻഡേർഡ്സിലും തന്നെ പഠിക്കും. സോ നമ്മൾ 10th സ്റ്റാൻഡേർഡിലും പഠിക്കും, 11th സ്റ്റാൻഡേർഡിൽ പഠിക്കും, 12th സ്റ്റാൻഡേർഡിലും പഠിക്കും. 12th കഴിഞ്ഞ് നമ്മൾ അടുത്ത PG UG ലെവലിലും വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതുകൊണ്ട് നമ്മൾ ഈ ബേസ് ലെവലിൽ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. സാർ നമ്മൾ അങ്ങോട്ട് മേലോട്ട് പോകുന്ന എല്ലാ ക്ലാസ്സിലും തന്നെ ഈ ഒരു ടേബിൾ നമ്മൾ പഠിക്കുന്നതാണ്. ക്വാണ്ടിറ്റി ടെമ്പറേച്ചർ യൂണിറ്റ് കെൽവിൻ, സിമ്പൽ K. ക്വാണ്ടിറ്റി ലെങ്ത് യൂണിറ്റ് മീറ്റർ, സിമ്പൽ M. ക്വാണ്ടിറ്റി മാസ് യൂണിറ്റ് കിലോഗ്രാം, സിമ്പൽ kg. ക്വാണ്ടിറ്റി വെയിറ്റ് യൂണിറ്റ് ന്യൂട്ടൺ, സിമ്പൽ N. ക്വാണ്ടിറ്റി വോളിയം യൂണിറ്റ് ക്യൂബിക് മീറ്റർ, സിമ്പൽ മീറ്റർ ക്യൂബ്. ക്വാണ്ടിറ്റി ഡെൻസിറ്റി യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, സിമ്പൽ കിലോഗ്രാം മീറ്റർ -3. ക്വാണ്ടിറ്റി പ്രഷർ യൂണിറ്റ് പാസ്കൽ, സിമ്പൽ PA. അതുപോലെ തന്നെ ഈ സിമ്പിൾസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനൊന്നും ഈ ഒരു സിമ്പിളിൽ എഴുതാനായിട്ട് സാധിക്കില്ല. ക്യാപിറ്റൽ ലെറ്റർ സ്മാൾ ലെറ്റർ നോക്കി വേണം എഴുതാൻ. സോ ചെറിയ ലെറ്റർ കെയും ക്യാപിറ്റൽ ലെറ്റർ കെയും നമ്മുടെ സിമ്പിൾസിന് വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്മാൾ ലെറ്റർ എമ്മും ക്യാപിറ്റൽ ലെറ്റർ എമ്മും തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സിമ്പിൾസ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആണോ അല്ലയോ. സോ നമുക്ക് കെൽവിന് ക്യാപിറ്റൽ ലെറ്റർ K ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ മീറ്ററിന് സ്മാൾ ലെറ്റർ M ആണ്. അതുപോലെ തന്നെ kg ന്യൂട്ടൺ N ക്യാപിറ്റൽ ആണ്. മീറ്റർ ക്യൂബിൽ M സ്മാൾ ആണ്. കിലോഗ്രാമിൽ Kയും Gയും M സ്മാൾ ആണ്. പാസ്കലിലെ P ക്യാപിറ്റൽ ആണ്, A സ്മാൾ ആണ്. സോ ഇതെല്ലാം തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് വേണം എഴുതാൻ. ഹാഫ് മാർക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു സിമ്പിൾസിൽ നിന്ന് ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എക്സസൈസിലെ ഈ ഒരു MCQ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺവേർട്ട് ദ ഫോളോയിങ് ടെമ്പറേച്ചേഴ്സ് ടു ദ സെൽഷ്യസ് റേറ്റ്, ഇതെല്ലാം തന്നെ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. കൺവേർട്ട് ദ ഫോളോയിങ് ടെമ്പറേച്ചർ ഓഫ് ദ കെൽവിൻ സ്കെയിൽ, ഗീവ് റീസൺസ് ഫോളോയിങ് ഒബ്സർവേഷൻസ്. അതേപോലെ തന്നെ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ബൈ.